നിങ്ങളെ കരച്ചിൽ നിങ്ങൾ നിർത്തി. എന്റെ ആമിന ഇജ്ജ് പറയണ മാരില്ല. എന്റെ മോളെ കാണാതായിട്ട് എത്ര ദിവസമായിന്നറിയോ? അതന്നല്ലേ എന്റെ സുഭദ്രാമേ നമ്മളിപ്പോ പറഞ്ഞത്, നമ്മളിപ്പോ കണ്ടുപിടിച്ച് തരാന്ന്. നിങ്ങൾ പറഞ്ഞൊന്ന് വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. എന്റെ സുഭദ്രാമേ, എന്റെ ഉണ്ണിക്കെട്ടായിട്ടൊന്ന് ലേശ സൈഡ് നിക്കാ. എന്റെ സുഭദ്രാമേ, ഞാൻ പറയണ നിങ്ങൾ ശ്രദ്ധിച്ച് കേക്ക്. എന്റെ ആമിന ഈ പറയുന്ന ചന്ദ്രശേഖരന് സ്വാമിജിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. സുഭദ്രാമേ ഒന്നും ഇങ്ങോട്ട് നോക്കിക്കാ. ഞാൻ എന്നെ തന്നെ നോക്കി നിക്കണേ. ഈ കണ്ണ കുൽസുണ്ടല്ലോ, ആ ഓക്കെന്തേ? ഓളെ തട്ടിക്കൊണ്ട് പോയത് ഈ ചന്ദ്രശേഖരനും സ്വാമിജിയാണ്. അതൊക്കെ എപ്പാ? അങ്ങനൊക്കെ ഒരു കാലുണ്ട് എന്റെ സുഭദ്രാമേ. അന്ന് ഞാനൊക്കെ വേജാറായതിനൊരു കണക്കില്ല. എനിക്ക് മനസ്സിലാവും മക്കളെ കാണാതായുള്ള വേജാറ്. അതുകൊണ്ടാ ഞമ്മള് പറയണേ, നിങ്ങള് പറയുന്ന ആൾക്കാരെ ഞമ്മക്കറിയാന്ന്. പോരാത്തന്നെ സുഭദ്രാമ്മ പറയുന്നുണ്ട് ആ രാമനെ വിളിച്ച പേര് ചന്ദ്രനും സ്വാമിജിന്ന് ആണെന്ന്. അതന്നെ, അപ്പൊ പിന്നെ ഉറപ്പിക്ക 100% ഉറപ്പ് നിങ്ങളെ കുട്ടീനെ തട്ടിക്കൊണ്ട് പോയിരിക്കണതേ ചന്ദ്രശേഖരൻ സാമ്രാജ്യത്തിന്റെയും കേന്ദ്രത്തിലേക്ക് തന്നെയാ. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞുതരാ. എന്നാ പറഞ്ഞൂടെ? ഇപ്പൊ എന്തായാലും ഓരോ താവളത്ത് പോയിട്ട് ഒരു കാര്യമില്ല. അതെന്താ? ഈ സമയത്ത് പോയി കഴിഞ്ഞാല് ഞമ്മക്ക് എന്തായാലും പാറുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റൂല. അതെന്താ? രാവിലെ അതിനോണ്ട് രാത്രി ചന്ദ്രനും സ്വാമിജി ഉറങ്ങും. അപ്പൊ ഞമ്മക്ക് പാറുട്ടീനെ രക്ഷപ്പെടുത്താം. ഉമ്മ എന്റെ കുൽസ. അത് പിന്നെ ഉമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അന്ന് എന്നെ സ്വാമിജിയും ആ ചന്ദ്രശേഖരനും തട്ടിക്കൊണ്ട് പോയില്ലേനോ? അപ്പൊ ഉമ്മ ഒരു പണി കൊടുത്തെന്നല്ലാതെ ഓരോ പോലീസിനെ കൊണ്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു അബദ്ധം പറ്റീനു. അങ്ങനാണെങ്കിൽ ആമിന എന്താ? ഞമ്മക്ക് പോലീസിനെയും കൂട്ടിയിട്ട് ഓരോ താവളത്തിൽ പോയാലോ? ഏയ് ഐശ്വര്യാവൂല. അതെന്താ? പോലീസിനെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് പേടിയാവൂലേ? അപ്പൊ എന്റെ കുട്ടീനെ സുഖമായിട്ട് രക്ഷപ്പെടുത്താലോ? ഏയ് ഇങ്ങക്ക് ഓരോ സ്വഭാവം അറിയായിട്ടാ. എന്താ? പോലീസിനെ കൊണ്ട് പുറ പിടിപ്പിച്ചെന്ന് വിചാരിക്കാം, ഒരു കുറച്ചു ദിവസം കൊണ്ട് പുഷ്പം പോലെ പുറത്തിറങ്ങും. എന്നിട്ട് വീണ്ടും നമ്മളെ കുട്ടീനെ തട്ടിക്കൊണ്ട് പോവും. അങ്ങനാ? അങ്ങനാണ് അയക്കട സ്വഭാവം. അങ്ങനാ. അപ്പൊ ഓർക്ക് നമ്മൾ എന്ത് ശിക്ഷ കൊടുക്കുക? ഇപ്പൊ നമ്മളുണ്ടല്ലോ പോലീസിനെ കൂട്ടി പോയി കഴിഞ്ഞാല് ആ ചന്ദ്രനും സ്വാമിജിക്കും മനസ്സിലാവും നമ്മളാണ് ഓരോ കേന്ദ്രത്തിൽ വന്നതെന്നും ഓരോ പിടിപ്പിച്ചത് ഓരോ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും നമ്മളാണെന്ന്. ആ മനസ്സിലായിക്കോട്ടെ ആമിന. മനസ്സിലായി കഴിഞ്ഞാൽ പ്രശ്നാണ്. എന്ത് പ്രശ്നം? മനസ്സിലായി കഴിഞ്ഞാലേ ഒരു പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞമ്മക്ക് വീണ്ടും പണി തരും. പിന്നെ നമ്മൾ ഏതേലും കുട്ടികളോ പിന്നെ തട്ടിക്കൊണ്ട് പോവും. അപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാനുള്ളൂ. എന്ത്? അത് പിന്നെ ചന്ദ്രനും സ്വാമിജി ഉറങ്ങിയ തക്കത്തില് ഓരോ താവളത്തിൽ കേറി പറ്റണം. എന്നിട്ട് ഓരറിയാതെ ആ കുട്ടീനെ പുറത്തേക്ക് ഇറക്കണം. അതൊക്കെ നടക്കും ഉമ്മ? നടക്കും. ഈ ആമിനെ വിചാരിച്ച എന്തും നടക്കും. കുൽസോ കുൽസോ എന്താണ് കിട്ടാ? ജാമിത്താത്തനെ കുറിച്ചിട്ട് എന്താ വിചാരിച്ചു വെച്ചിക്കണേ? അതന്നെ ഉണ്ട് കിട്ടാ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേ. ജാമിന അപ്പൊ നമ്മൾ എപ്പോഴാ പോണേ? രാത്രി ഒരു 11 മണിയാകുമ്പോ നമ്മളെല്ലാരും കൂടിയിട്ട് ചന്ദ്രന്റെ സ്വാമിജിന്റെയും താവളത്തിലേക്ക് പോണു. എന്നിട്ട് നമ്മളെ സുഭദ്രാമന്റെ പാറുട്ടിനെ രക്ഷപ്പെട്ടി വരുന്നു. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കണ്ടേ സുഭദ്രാമേ? എന്റെ കുട്ടീനെ കിട്ടട്ടെ, അപ്പോഴേ ഞാൻ ചിരിക്കുള്ളൂ. ഇതാണ് സുഭദ്രാമേ ഐറ്റേള താവളം. ആമിന കണ്ടിട്ട് പേടിയാവണല്ലേ? സത്യം കണ്ടിട്ട് പേടിയാവുണ്ട്. അല്ലുമ്മ നമ്മളിപ്പോ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറി പറ്റിയാ? അതൊക്കെ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഇറ്റേളുണ്ടല്ലോ കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കേക്കും. അതുകൊണ്ട് 100% ഏതെങ്കിലും ഒരു വാതില് ലോക്ക് ഇട്ടിട്ടുണ്ടാവൂല. ഇത് പോയ ആമിനായിരുന്നു, അങ്ങനൊന്നും ഉണ്ടാവൂല. എന്റെ വസന്താമ എനിക്ക് അയച്ചാളെ നല്ലോണം അറിയാം. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഓരോ വാതില് ഏതെങ്കിലും ഒന്ന് ലോക്ക് കേൾക്കൂല, വെറുതെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സുഖായിട്ട് അതിന്റെ ഉള്ളിൽ കേറാം. എന്നാ ബാബാ നമുക്ക് പോയേക്കാം. ശരി. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞ സത്യന്നല്ലേ? ആമിന അന്നെ ഞാൻ സമ്മതിച്ചു. അതാണ് ഈ ആമിന, ഐറ്റേക്ക് ബോധമൊന്നുമില്ല. കള്ളും കുടിച്ച് പൂസായിട്ട് കിടക്കുണ്ടാവും രണ്ടും. ഞമ്മക്കപ്പൊ സുഖായിട്ട് പാറുട്ടീനെയും കടത്തിയിട്ട് കൊണ്ടുപോവാ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. ഐറ്റകളെ പിടിച്ചോണ്ടായിക്കോട്ടെ പോലീസ്. ഉമ്മ പറഞ്ഞ ശരിയാ. ഉത്സവ അപ്പൊ എന്റെ അമ്മമ്മക്ക് ബുദ്ധി ഉണ്ടല്ലേ? ജല്ല നേരത്തെ പറഞ്ഞത് എന്ത്? എന്റെ അമ്മമ്മ സൂപ്പറാണെന്ന്. അപ്പൊ എന്റെ അമ്മമ്മ സൂപ്പറൊക്കെയാണ്, സൂപ്പറൊന്നല്ല. പക്ഷെ ഞാനുണ്ടല്ലോ എന്റെ അമ്മമ്മക്ക് ബുദ്ധി ഇല്ലാന്നാ വിചാരിച്ചിനി. എന്റെ അമ്മമ്മനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടല്ലോ? ഏയ് ഇപ്പിടുങ്ങാശാലി
അവക്ക്. ഈശ്വര, എന്റെ കുട്ടീനെ എത്രയും പെട്ടെന്ന് എന്റെ കൈകളിലേക്ക് തന്നെ നൽകണേ. ഒരുപാട് നാളായി എന്റെ കുട്ടീനെ ഞാൻ കണ്ടിട്ട്. ആമിനെ പറയുന്ന പോലെ തന്നെ ഇവിടെ തന്നെ എന്റെ മോൾ ഉണ്ടാവണേ. ഒരാപത്തും എന്റെ കുട്ടിക്ക് പറ്റിണ്ടാവരുതേ. സ്വാമിജി നല്ല ഉറക്ക. നാളെ ആ പെണ്ണിനെ ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളതാ. ആ പെണ്ണ് എന്തേലും തിന്നുണ്ടോന്ന് അറിയാൻ ഇപ്പൊ എന്താ ഒരു വഴി? സ്വാമിജിനെ പുറക്കത്തുനിന്ന് വിളിച്ചുണർത്തിയ എനിക്ക് നല്ലോണം കിട്ടും. അതുകൊണ്ട് അത് റിസ്ക് ആണ്. സ്വാമിജിനെ വിളിച്ചുണർത്തുന്ന റിസ്ക് ആണ്. അതുകൊണ്ടേ ഓളത്തേക്ക് തന്നെ പോവാം. ഓളോട് തന്നെ ചോദിച്ചേക്കാം ഓക്ക് എന്തേ തിന്നാൻ കിട്ടീനോന്ന്. എത്ര ദിവസമായി ഈശ്വര ഞാൻ ഇതിന്റെ ഉള്ളില്. എന്റെ അമ്മയ്ക്കൊന്നും എന്നെ വേണ്ട തോന്നുന്നു. എന്നെ രക്ഷിക്കാൻ ആരും വന്നില്ല. ഈ പാറുട്ടിനെ ആർക്കും വേണ്ട. എനിക്ക് ഇവിടെയൊക്കെ കാണുമ്പോ തന്നെ പേടിയാവുന്നു ദേവി. എന്നെ രക്ഷപ്പെടുത്താൻ എന്താ ആരും വരാത്തെ? എന്റെ അമ്മ എവിടെയാണോ എന്തോ. നാശം പിടിച്ചവളെ, അയ്യോ അയ്യോ, എന്താടി 24 മണിക്കൂറും വെറും മോങ്ങൽ തന്നെ അല്ലേ? എനിക്ക് എന്റെ വീട്ടില് പോണം. എന്നെ ഒന്ന് അഴിച്ചു വിടാമോ? പണ്ടാറടങ്ങാനായിട്ട് മനുഷ്യന് ചെവിക്ക് സോയിലില്ല. എപ്പ ഈ പെണ്ണിന്റെ അടുത്ത് വന്നാലും ഈ പെണ്ണിന് ഇത് മാത്രമേ പറയാനുള്ളൂ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നിന്നെ ഞങ്ങള് രാവിലെ തന്നെ ഈ നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാ. അയ്യോ, എനിക്ക് എവിടെയും പോണ്ട. എനിക്ക് എന്റെ അമ്മയെ കണ്ടാൽ മാത്രം മതി. നീ ഇനി ഈ ജന്മം നിന്റെ അമ്മയെ കാണാൻ പോണില്ല. നിന്റെ അമ്മക്കും നിന്നെ വേണ്ട. അതുകൊണ്ടാണല്ലോ നിന്നെ ഇത്ര സമയത്തും തെരഞ്ഞു വരാതിരുന്നത്. അല്ല, എന്റെ അമ്മയ്ക്ക് എന്റെ വേണം. അമ്മയ്ക്ക് അറിയില്ല ഞാൻ ഇവിടെയാണുള്ളതെന്ന്. എന്റെ അമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ട് എന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരാതെ. എന്റെ അമ്മയ്ക്ക് ഞാൻ ഇവിടെയാണുള്ളതെന്ന് അറിഞ്ഞ എന്റെ അമ്മ ഓടി വരും. എന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ പിടിച്ചു കെട്ടിക്കുന്നേ? ഒന്ന് പറഞ്ഞുതരാമോ? ഈ പെണ്ണിനെ കൊണ്ട് നാശം. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇരുന്ന് മോങ്ങാതെ പറയടി, നീ വല്ലതും കഴിച്ചായിരുന്നോ? എന്നെ അയച്ചു വിട്. എനിക്ക് എന്റെ വീട്ടില് പോണ. ഓ, എന്തൊരു കഷ്ടത്. ഞാൻ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? ഈ പെണ്ണിന് ഒന്നും കൊടുക്കാതെ നിന്നാ അത് വല്ലാത്ത പ്രശ്നവും. നാളെ ആകെ ക്ഷീണം പിടിച്ച് കൊഞ്ഞു വീണ വല്ലാത്ത സീനാവും. കണ്ടിട്ട് തന്നെ ഇപ്പൊ എന്തോ ഒരു കോല അയച്ചിട്ടുണ്ട് ഈ പെണ്ണ്. ഏതായാലും വേണ്ടില്ല, ഭക്ഷണം എടുത്തിട്ട് വരാം, എന്തെങ്കിലും കൊടുക്കാം. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. വായ മൂടടി. നിന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നല്ല നിനക്ക് ഭക്ഷണം തരുന്നത്. അതെവിടുന്ന ഒരു ശബ്ദം? ഇടിയടി, നീ കേട്ടോ? വല്ല ചില്ല് പൊട്ടുന്ന ശബ്ദം നീ കേട്ടോ? ഓ, ഈ പെണ്ണിനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പെണ്ണിന് വെറും കരയാനേ അറിയത്തുള്ളൂ. ഈശ്വര, ഇതിനുള്ളിൽ ആരെങ്കിലും കയറി പറ്റിട്ടുണ്ടാവോ? സ്വാമിജി ചിലപ്പോ വാതിലൊന്നും നേരെ അടച്ചിട്ടുണ്ടാവില്ല. ഈശ്വര, ആരാണോ ഇതിനുള്ളില്?